അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എൻ്റെ ഒരു ചോദ്യം എന്ത് പറഞ്ഞെങ്കിൽ അതിൽ ഞാൻ ഒരു സ്കീമിലേക്ക് ചേർന്നിട്ടുണ്ട്. ആ സ്കീം ആഴ്ചയിൽ 200 രൂപ കെട്ടണം ഈ സ്കീമിലേക്ക്. അതിൽ കെട്ടിയാൽ അതിൽ ആദ്യത്തെ പേരാവട്ടെ, രണ്ടാമത്തെ പേരാവട്ടെ, മൂന്നാമത്തെ പേര്, അതിൽ ഏതെങ്കിലും ആരെങ്കിലും ആ സ്കീമിൽ വന്നാൽ പിന്നെ രണ്ടാമത്തെ പൈസ അടയ്ക്കേണ്ടതില്ല. അതിൽ ചിലപ്പോൾ 30,000 ഉണ്ടാവും, 50,000 ഉണ്ടാവും, 1,70,000 ഉണ്ടാവും, ചിലപ്പോൾ 1,00,000 ഉണ്ടാവും, അങ്ങനെയെല്ലാം ഉണ്ടാവും. ഇപ്പം ഞനക്ക് വന്നതിൽ എൻ്റെ 15ാമത്തെ പേര്, എൻ്റെ 15ാമത്തെ പേരായിട്ടുണ്ടാവും തോന്നുന്നു. അത് ഞനക്ക് വന്നു. അതിൽ വന്നിട്ട് ഇപ്പം ഞനക്ക് 35,000 ഒരു സ്വർണ്ണം എന്താ വന്നിട്ടുണ്ട്, 35,000 സ്വർണ്ണം വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ആ സ്വർണ്ണം വന്നാൽ ഇന്ന് ഞനക്ക് രണ്ടാമത്തെ ഞനക്ക് സ്കീമിലേക്ക് പൈസ ഒന്നും കെട്ടാനില്ല. അത് ആ സ്കീമും പൈസ കെട്ടാതെ ഞനക്ക് അതിൽ മൊത്തത്തിൽ ഞാൻ 6,400 എന്താ കെട്ടിട്ടുള്ളൂ. അത് ബാക്കി ആ പൈസ എന്താ വട്ടിയാവാ അല്ല, അത് എന്താക്കണം? അത് പിന്നെ നറുക്കെടുത്തിട്ട് അത് സ്കീം കിട്ടിയിട്ട് ഞാൻ സ്വർണം വാങ്ങിയിട്ടായി. ഇപ്പം ആ സ്വർണത്തിൻ്റെ എന്താക്കണമെന്ന് ഉസ്താദ് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ലായിരുന്നു. അതിക്കുള്ള ഒരു മറുപടി തരണം. ഭാര്യയാൽ കെട്ടാറില്ല, കെട്ടാനൊന്നുമില്ല. അത് ആർക്ക് വന്ന് അവർ പിന്നെ വീണ്ടും പൈസ അടക്കണമെന്നില്ല. ഓക്കെ, എന്താ ഉസ്താദ്, അത് ബാക്കിയുള്ളത് അത് ഹറാമാവോ എന്തൊന്ന് പറഞ്ഞാൽ നല്ലായിരുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ, ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തി അദ്ദേഹം ഒരു കുറി വെക്കുക എന്ന ഒരു സൈസ് കുറിയെക്കുറിച്ച് പരിചയപ്പെടുത്താണ്. അതിൽ പെട്ടുപോയി അയാളുടെ കൂടെ ഇപ്പോൾ കാശുണ്ട്, അയാൾക്ക് നിരക്ക് വന്നു എന്നത് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിന് മറുപടി പറയുകയാണ്. അതിനു മുമ്പ് ചോദിച്ച ചോദ്യക്കാരൊക്കെ പ്രയാസപ്പെടരുത്. ഞാൻ എൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ ഇദ്ദേഹം പറയുന്നതായി ഈ കാശ് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹം അടച്ചതായ എത്ര കാശാണ് അടച്ചത് അത് മാത്രമേ അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടതുള്ളൂ. അതേ അദ്ദേഹത്തിൻ്റെ കാശുള്ളൂ. മറ്റതൊക്കെ ഭാഗ്യക്കുറി പോലത്തതായ മൈസിർ അള്ളാഹ് ഖുർആനിൽ വിരോധിച്ച കാശാണത്. അത് ഹറാമായ കാശാണ്. അത് അവർക്ക് തന്നെ മടക്കി കൊടുക്കുക. അവരോട് ഏത് ഗ്രൂപ്പാണ്, ഏത് വകുപ്പാണ് അത് അങ്ങനെയുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയത്, അവർക്ക് തന്നെ മടക്കി കൊടുക്കുക. അത് നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളതല്ല, ഉപയോഗിക്കാൻ പാടുള്ളതല്ല, നിങ്ങളുടെ കാശല്ല. അതിൽ പങ്കെടുത്ത എല്ലാവരുടെയും കാശാണ്. അതുകൊണ്ട് പലരുടെയും കാശിനെ നിങ്ങൾ ഹറാമിനെ തിന്നലായി മാറും. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുക. അതിൻ്റെ ആ രൂപത്തിൽ ഇത് സംഘടിപ്പിച്ചതായ വ്യക്തിക്ക് മടക്കി കൊടുക്കുക. അതിനെക്കുറിച്ച് അവർ മുസ്ലിങ്ങളായിരിക്കുമല്ലോ, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇസ്ലാമിൽ കുറി വെക്കുമ്പോൾ തുല്യമായിട്ടായിരിക്കണം എല്ലാവർക്കും കിട്ടേണ്ടത്. ഒരു 10 ലക്ഷത്തിൻ്റെ കുറി വെച്ച് കഴിഞ്ഞാൽ അതിൽ 10 ആൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറിയിൽ 10 ലക്ഷം അദ്ദേഹം കിട്ടുന്നു, രണ്ടാമത്തേലും 10 ലക്ഷം കിട്ടുന്നു, മൂന്നാമത്തേലും 10 ലക്ഷം കിട്ടുന്നു. അങ്ങനെ 10 ആൾക്കും 10 ലക്ഷം വീതമാണ് കിട്ടുക. ഓരോ മാസത്തിലും ഓരോരാൾ അവരവരുടെ കാശ് അടച്ചുകൊണ്ടേ ഇരിക്കുക. അടക്കുന്ന കാശ് അവസാനം 10 ലക്ഷമായി മാറും. ആ 10 ലക്ഷത്തിന് 10 ലക്ഷം കിട്ടും. പക്ഷേ മുമ്പും പിമ്പും കിട്ടും എന്നുള്ളത് അത് പരസ്പരം അങ്ങോട്ടും അന്യോന്യം സഹകരിച്ച് തീരുമാനിച്ചാൽ മതി. ആർക്കാണ് ആദ്യം കിട്ടുന്നത്, ഒന്നിരിക്കലോ നിരക്കെടുത്തിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളവർ ആരാണെന്ന് തീരുമാനിച്ചിട്ട് ആ നിലക്ക് കുറിയെടുക്കാൻ തീരുമാനിക്കുക. അത് ഇസ്ലാം അനുവദിച്ച കുറിയാണ്. അത് തകാഫുലുൽ ഇജ്തിമാ എന്ന പേരിലൊക്കെ ഇവിടെ അറിയപ്പെടുന്നതായ കുറിയാണ്. ജംഇയ്യാത്ത് എന്നും പറയും ഇവിടെ സൗദി അറേബ്യയിലൊക്കെ. അത് അനുവദിക്കപ്പെട്ടതാണ്. എന്നല്ലാതെ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഉള്ളതായ കുറി, അത് നറുക്കെടുക്കൽ, അത് പലിശ ഇനത്തിനാണ് പെടുക. അത് അപകടമാണ്, അത് പാടില്ലാത്തതാണ്. നാം വല്ലതിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത കാശ് മുഴുവനും നമുക്ക് കിട്ടണം. നമുക്ക് അതിൽ കൂടുതൽ കിട്ടാൻ പാടുള്ളതല്ല, അതിൽ കുറവും കിട്ടാൻ പാടുള്ളതല്ല. കൊടുത്തത് മുഴുവനും കിട്ടുന്ന രൂപത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിലേ അനുവാദമുള്ളൂ, അല്ലെങ്കിൽ അനുവാദമില്ല. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.